ബിജെപിയുടെ 33ാം വാർഷികം 33ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ചടങ്ങ് ഗുജറാത്തിൽ നടക്കുകയാണ്. ആ ചടങ്ങിന്റെ വേദിയിൽ വെച്ചാണ് എൽ.കെ. അദ്വാനി ഇന്ന് വീണ്ടും അയോധ്യ യാത്രയെക്കുറിച്ചും അയോധ്യ സംഭവത്തെക്കുറിച്ചും ബാബറി മസ്ജിദിന്റെ തകർച്ചയെക്കുറിച്ചും ഓർമ്മിപ്പിച്ചത്. അയോധ്യ സംഭവം, ബാബറി മസ്ജിദ് പ്രശ്നം ഏറെക്കാലമായി ബിജെപി അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ ഉന്നയിച്ചുകൊണ്ടിരുന്നതാണെങ്കിലും എൽ.കെ. അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്രയാണ് രാം ജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നത്തെ ദേശീയ ശ്രദ്ധയിലേക്ക് ഏറെക്കാലത്തിന് ശേഷം കൊണ്ടുവന്നത്. അദ്വാനിയുടെ രഥയാത്ര 1990-ലാണ് അദ്വാനിയുടെ രഥയാത്ര. വി.പി. സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ ഇരിക്കെ 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നു. കർസേവയ്ക്ക് ബാബറി മസ്ജിദിൽ കർസേവ നടത്താൻ ബിജെപി സംഘപരിവാർ ശക്തികൾ തയ്യാറെടുക്കുകയും അതിൻ്റെ ഭാഗമായി 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെടുകയും ചെയ്യുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ അദ്വാനി അടക്കം സംഘപരിവാറിൻ്റെയും ബിജെപിയുടെയും നേതാക്കൾ 175 മീറ്റർ അകലെ ഉണ്ടായിരുന്നു. മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകർന്നു വീഴുമ്പോൾ ബിജെപി നേതാക്കൾ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് ആഘോഷിച്ചിരുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് സംബന്ധിച്ച് അയോധ്യ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അദ്വാനി ആ കേസിൽ പ്രതിയായിരുന്നു. മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയവരുൾപ്പെടെ 8 പേരും ഈ കേസിൽ പ്രതികളായിരുന്നു. 1992 ഈ കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുത്തു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ലിബറാന്റെ നേതൃത്വത്തിൽ കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്തു. ജസ്റ്റിസ് ലിബറാൻ കമ്മീഷൻ പിന്നീട് 17 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇതിനെല്ലാം ശേഷം 2005 മെയ് 31 മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖമുള്ള ദിവസമായിരുന്നുവെന്ന് അദ്വാനി പ്രഖ്യാപിച്ചു. അദ്വാനി അത് പറഞ്ഞത് അദ്വാനി പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ മുഹമ്മദ് അലി ജിന്നയുടെ ഖബറിടം സന്ദർശിച്ചപ്പോഴാണ് ഈ പ്രസ്താവന നടത്തിയത്. ഈ പ്രസ്താവന എൽ.കെ. അദ്വാനിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ബിജെപി നേതൃത്വത്തിൽ നിന്ന് എൽ.കെ. അദ്വാനി ഏറെക്കുറെ നീക്കി നിർത്തപ്പെട്ടു. 2013 ഏപ്രിൽ 2 ഈ കഴിഞ്ഞ ഏപ്രിൽ 2 ഈ കേസിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കേസിൽ സുപ്രീം കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിന് CBI ഇരയായി. ഈ കേസിലെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് ബിജെപി നേതാവ് എൽ.കെ. അദ്വാനി അടക്കമുള്ളവരെ മാറ്റിയതിന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്ത് അപ്പീൽ സമർപ്പിക്കുന്നതിന് കാലതാമസം CBI വരുത്തിയത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് അയോധ്യ പ്രശ്നം ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ എൽ.കെ. അദ്വാനി വീണ്ടും പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എൽ.കെ. അദ്വാനിയുടെ ഇന്നത്തെ പ്രസ്താവനയുടെ വാർത്തയിലേക്ക് പോകാം. അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൽ അഭിമാനിക്കുന്നതായി മുതിർന്ന ബിജെപി നേതാവ് എൽ.കെ. അദ്വാനി. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി സ്വീകരിക്കാൻ പോകുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടിലേക്ക് മുതിർന്ന നേതാവായ അദ്വാനിയും എത്തുന്നതിൻ്റെ സൂചനയാണ് ഇന്നത്തെ പ്രസംഗം. ബിജെപിയുടെ 33ാം സ്ഥാപക ദിനത്തിൽ പാർട്ടി പ്രസിഡന്റ് രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരെ സാക്ഷിയാക്കിയായിരുന്നു അദ്വാനിയുടെ പരാമർശം. മസ്ജിദ് തകർക്കലിലേക്ക് നയിച്ച അയോധ്യ പ്രസ്ഥാനത്തിൽ ഒരു കുറ്റബോധവുമില്ലെന്നും അന്നെടുത്ത നിലപാടുകളിൽ അഭിമാനിക്കുന്നുവെന്നും അദ്വാനി പറഞ്ഞു. संकोच मत करो, हीन भावना कभी मन में मत आने दो. हम अगर अयोध्या की बात में विश्वास करते हैं, आंदोलन करते हैं, तो उसमें अपोलोजेटिक नहीं होना चाहिए, कभी भी गर्व करना चाहिए. ये बात अलग है कि मैं लोगों को कई बार कहता हूं कि जो ये मानते हैं कि भारतीय जनता पार्टी ने सफलता पाई तो केवल मात्र मंदिर के कारण, धर्म के कारण. തീവ്ര ഹിന്ദുത്വ ബിംബമായ നരേന്ദ്രമോദിയെ പാർട്ടി തന്ത്രപ്രധാന പദവിയിൽ അവരോധിച്ചതിനു പിന്നാലെയാണ് അദ്വാനി ബാബറി തകർക്കലിന്റെ ഓർമ്മപ്പെടുത്തലുമായി രംഗത്തു വന്നിരിക്കുന്നത്. മോഡിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പാർട്ടി അവരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അദ്വാനിയുടെ പ്രസ്താവനയെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈ വിഷയം സ്പെഷ്യൽ എഡിഷൻ ആദ്യം ചർച്ച ചെയ്യുന്നു. ബിജെപി നേതാവ് രാധാകൃഷ്ണ മേനോൻ കോട്ടയത്ത് നിന്ന്, ഫോർവേഡ് ബ്ലോക്ക് നേതാവ് G. ദേവരാജൻ ഡൽഹിയിൽ നിന്ന്, യൂത്ത് കോൺഗ്രസ് നേതാവ് M. ലിജു ആലപ്പുഴയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. എക്കണോമിക് ടൈംസിൻ്റെ പൊളിറ്റിക്കൽ എഡിറ്റർ CL മനോജിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം BJP നേതാവ് രാധാകൃഷ്ണ മേനോനിലേക്ക്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, എൽ.കെ. അദ്വാനി വീണ്ടും അയോധ്യ പ്രശ്നം പാർട്ടിക്ക് അഭിമാനിക്കാൻ തക്കവണ്ണമുള്ളതാണ് എന്ന പ്രസ്താവന നടത്തുമ്പോൾ അതിന് ദേശീയ രാഷ്ട്രീയത്തിനുള്ളതിനേക്കാൾ വലിയ പ്രസക്തി BJPയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലുണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച്
നരേന്ദ്രമോദി പാർലമെന്ററി ബോർഡിലേക്ക് എത്തിയതിന് തൊട്ടു പിറകെയാണ് ഗുജറാത്തിൽ വച്ച് തന്നെ LK അദ്വാനി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. BJPയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇത് ഉണ്ടായിരിക്കുന്ന സമവാക്യങ്ങളിലെ മാറ്റത്തിൻ്റെ സൂചനയായി ഇതിനെ കാണാമോ? അയോധ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ലാൽകൃഷ്ണ അഡ്വാനി ഇന്ന് നടത്തിയിട്ടുള്ള പ്രസംഗം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിലുപരി ഇന്ന് ഈ സമ്മേളനം നടന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ചാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം ഭാരതത്തിൽ BJP നിർണായക ശക്തിയായി മാറിയ അവസരത്തിൽ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ലാൽകൃഷ്ണ അഡ്വാനി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അന്ന് നടത്തിയ രഥയാത്ര ആരംഭിച്ചത് ഗുജറാത്തിൽ നിന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഗുജറാത്തിൽ നടക്കുന്ന ഒരു മഹാസമ്മേളനത്തിൽ, ഒരു അനുസ്മരണ സമ്മേളനത്തിൽ ആ വിഷയം പരാമർശിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. BJPയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ആ തരത്തിൽ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതൊരിക്കലും എന്തെങ്കിലും ആഭ്യന്തര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ പറയുന്നത് BJPയുടെ ചരിത്രത്തിൽ BJPയെ ശക്തമായ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുന്നതിൽ LK അദ്വാനി വഹിച്ച പങ്കിനെക്കുറിച്ച് ആർക്കും തർക്കമുണ്ടാവാനിടയില്ല. അതിന് അദ്ദേഹം സ്വീകരിച്ച മാർഗത്തെക്കുറിച്ച് ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും. പക്ഷേ LK അദ്വാനി തന്നെ 2005 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖപൂർണമായ ദിവസമാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അടുത്ത കാലത്തൊന്നും ഇത്രയും ശക്തമായ രീതിയിൽ അയോധ്യ പ്രശ്നത്തിൽ ലാൽകൃഷ്ണ അദ്വാനി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ അയോധ്യ മൂവ്മെൻറ്റിനെ കുറിച്ച് വീണ്ടും പാർട്ടിയെ ഓർമ്മിപ്പിക്കുകയും പാർട്ടി നേതാക്കളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു രാഷ്ട്രീയം ഉണ്ടാകില്ലേ എന്ന ചോദ്യം ഉയരുന്നത്? അല്ല, അത് സംബന്ധിച്ച രാഷ്ട്രീയം ഇത്തരം ഒരു വ്യാഖ്യാനത്തിൻ്റെ കാരണമാകേണ്ടതില്ല. കാരണം അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തിരുന്ന വേളയിലുണ്ടായ നിർണായകമായ ഒരു സംഭവം, അതിനുശേഷം അദ്ദേഹം ആ ദിവസത്തെക്കുറിച്ച് ഏറ്റവും ദുഃഖകരമായി എന്ന് പരാമർശിച്ചു. ശരിയാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടായ പല പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് ദുഃഖകരം എന്ന് പറഞ്ഞതിൽ തെറ്റില്ല. അതേസമയം ഇന്നിപ്പോൾ അത് അഭിമാന മുഹൂർത്തമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും തെറ്റില്ല. കാരണം ഭാരതത്തിലെ മുസ്ലിങ്ങളടക്കമുള്ള ധാരാളം ജനങ്ങൾ ആ ഒരു പ്രസ്താവനയെ എതിർക്കുമെന്നും ഞാൻ കരുതുന്നില്ല. കാരണം ബാബറി പള്ളി അല്ലെങ്കിൽ ആ ഒരു ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു പള്ളിയൊന്നുമായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അതിലേറെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും, ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ശ്രീരാമചന്ദ്രനെ പോലെയുള്ള ഒരു ഭരണകർത്താവിന്റെ ജന്മസ്ഥാനം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അത് ഒരു മുസ്ലിം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ഒരു മുസ്ലിം പ്രശ്നമല്ല എന്ന് തന്നെയായിരുന്നു ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ അവകാശവാദം. കാരണം ഇത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതിച്ഛായക്കേറ്റ തകർച്ചയാണ് എന്ന് തന്നെയാണ് ആരോപിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഇന്ത്യക്ക് മുഴുവൻ ദുഃഖകരമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കിയ ഒരു സംഭവത്തെ BJP അതിൻ്റെ പാർട്ടി നേട്ടമായി വിലയിരുത്തുന്നതിൽ ഒരു അനൗചിത്യമില്ലേ? അല്ല, ഭാരതീയ ജനതാ പാർട്ടിയും അതേപോലെ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ സ്ഥലത്ത് ഒരു രാമക്ഷേത്രം ഉയരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു, ആത്മാർത്ഥമായ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ സ്വാഭാവികമായും അവിടെ അങ്ങനെ ഒരു ക്ഷേത്രം വേണ്ട എന്ന് കോടതി പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ക്ഷേത്രം ഇരുന്ന സ്ഥാനത്ത് ബാബർ എന്ന് പറയുന്ന വ്യക്തി സ്ഥാപിച്ച ഒരു പള്ളി. അപ്പോൾ ആ പള്ളിയെ സംബന്ധിച്ച് ആർക്കും അത്രയേറെ ഒരു പ്രതിബദ്ധതയുള്ള ഒരു പള്ളിയൊന്നുമായിരുന്നില്ല. പക്ഷേ ഒരു പള്ളി പൊളിക്കുന്നത് ശരിയല്ല, അതല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റ് പ്രത്യാഘാതങ്ങൾ, അതിനെ തുടർന്നുണ്ടായ പ്രത്യാഘാതങ്ങൾ അത് ദൗർഭാഗ്യകരമായി പോയി. അത് അഡ്വാനി തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം, ആ പരിശ്രമം
അത് അതിൻ്റെ ഒരു നിർണായകമായ ഘട്ടമാണ്. കാരണം അവിടെ അങ്ങനെ ഒരു പള്ളി ഇരുന്ന സമയത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായും ആ മുഹൂർത്തത്തെക്കുറിച്ച് അദ്ദേഹം അത് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് എന്നിന്നിപ്പോൾ അനുസ്മരിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തിരുച്ചൂരാം താങ്കളിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതാവ് ലിജുവിലേക്ക്. ലിജു, അദ്വാനിയുടെ പ്രസ്താവന തീവ്ര ഹിന്ദുത്വ അജണ്ടയിലേക്ക് BJP യഥാർത്ഥത്തിൽ തിരിച്ചു പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദിയാണോ LK അദ്വാനിയാണോ അതിന് നേതൃത്വം കൊടുക്കുക എന്ന തർക്കം മാത്രമേ ഉണ്ടാവാനിടയുള്ളൂ. കോൺഗ്രസ് എങ്ങനെയാണ് ഈ പ്രസ്താവനയെ കാണുന്നത്? കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എന്താണ് അഭിപ്രായമുള്ളത്? കോൺഗ്രസിന് ഈ വിഷയത്തിൽ വലിയ അത്ഭുതം തന്നെയില്ല. കാരണം ഇത് ശ്രീ LK അദ്വാനിയുടെയും BJPയുടെയും യഥാർത്ഥ മുഖമാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ നാട്ടിൽ ചെന്ന് ശ്രീ അദ്വാനി വർഗീയതയുടെ കാര്യത്തിൽ നരേന്ദ്രമോദിയുമായി ഒരു മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അതിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിച്ച ലിബർഹാൻ കമ്മീഷൻ 2009 റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ശ്രീ അദ്വാനിയെയും വാജ്പേയിയെയും മുരളി മനോഹർ ജോഷിയെയും പോലുള്ള നേതാക്കന്മാരെക്കുറിച്ചൊരു പരാമർശം നടത്തി. ജസ്റ്റിസ് ലിബർഹാൻ പറഞ്ഞത് ഇവർ സ്യൂഡോ മോഡറേറ്റ്സ് ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങളിൽ സോഫ്റ്റായ നിലപാടുണ്ട് എന്ന് പറഞ്ഞ് കാപഢ്യം കാണിക്കുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികൾ എന്നാണ് ലിബർഹാൻ കമ്മീഷൻ ലാൽകൃഷ്ണ അദ്വാനിയെ പോലുള്ളവരെ കുറിച്ച് പറഞ്ഞത്. അതാണ് സത്യവും. ഇവരുടെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രം വർഗീയതയാണ്. വർഗീയതയും മതത്തെയും ഉപയോഗിച്ച് എങ്ങനെ അധികാരത്തിലെത്താം എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതിൻ്റെ നേതാക്കന്മാരെ നയിക്കുന്നത്. പക്ഷേ ശ്രീ ലിജു, കോൺഗ്രസ് നയിക്കുന്ന CBIയെയാണ് കോടതി അടുത്തിടെ വിമർശിച്ചത് ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് എന്ത് ചോദിച്ചുകൊണ്ട്. തീർച്ചയായും അതൊരു കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്. ഞാൻ അതിനെയൊന്നും നിഷേധിക്കുന്നില്ല. ലിബർഹാൻ കമ്മീഷൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ, ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയ ശ്രീ LK അദ്വാനിയെ സ്പെഷ്യൽ കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിൽ ആ കുറ്റമുക്തനാക്കിയ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ എത്രയും പെട്ടെന്ന് സമീപിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായും അങ്ങനെ ഒരു കാലതാമസമുണ്ടെങ്കിൽ അത് CBI സുപ്രീം കോടതി വിമർശിച്ചെങ്കിൽ അത് ഉചിതമാണ് എന്നാണ് തീർച്ചയായും കരുതുന്നത്. അതൊരു ഗവൺമെൻറ് എന്നതിനപ്പുറത്തൊരു ഏജൻസിയുടെ കുറ്റമാണ്. അതിൽ ഉത്തരവാദിത്വം വഹിക്കുന്ന ഭരണാധിപന്മാർക്കും അതിൽ കുറ്റകരമായ അനാസ്ഥയുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ബാബറി മസ്ജിദ് വിഷയത്തെ കേവലം നമ്മളൊരു ആരാധനാലയത്തിൻ്റെ തകർച്ചയെ മാത്രം കണ്ടാൽ പോരാ. ഇന്ത്യയുടെ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ മതേതരത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കമാണ് ബാബറി മസ്ജിദിൻ്റെ തകർച്ച. ഇന്ത്യയിൽ സുരക്ഷിതനായിരുന്ന കോടാനുകോടി വരുന്ന മതന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ അരക്ഷിതാവസ്ഥയുടെ സന്ദേശം നൽകിയ, ഒരിക്കലും പൊറുക്കാനാവാത്ത സംഭവമാണ് ബാബറി മസ്ജിദിൻ്റെ തകർച്ച. ആ തകർച്ചയ്ക്ക് മുന്നിൽ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്ന് കണ്ടെത്തിയ നേതാക്കന്മാരെ, അത് അദ്വാനിയും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും പ്രോസിക്യൂഷന് വിധേയമാക്കി ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ശിക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതരത്തിനും കളങ്കമായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്വാനിയുടെ കാപഢ്യങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നതാണ്. ഞാൻ കൃത്യമായി അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം വർഗീയത അഴിച്ചുവിട്ട് രഥയാത്ര നടത്തിയ അദ്വാനി 2005 പാകിസ്ഥാനിൽ മുഹമ്മദ് അലി ജിന്നയുടെ ഖബറിന് മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞത് എനിക്ക് തെറ്റുപറ്റിപ്പോൾ ഞാൻ ഏറ്റവും വേദനിക്കുന്നതാണ്. അതിൻ്റെ കാരണം എന്താണ്? അധികാരത്തിലെത്തി. ഇനിയിപ്പോൾ ഒരു പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മതേതര മുഖച്ഛായ വേണം, ഒരു സോഫ്റ്റ് പ്രതിച്ഛായ വേണം. അതിനുവേണ്ടി പാകിസ്ഥാനിൽ ചെന്ന് ജിന്നയെ പുകഴ്ത്തി ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെക്കുറിച്ച് ദുഃഖമുണ്ട് എന്ന് മുതലക്കണ്ണീരൊഴുക്കി. പക്ഷേ RSS സംഘപരിവാർ ശക്തികൾ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയെ പോലെ കൂടുതൽ അപകടകാരിയായ, വിഷം ചീറ്റുന്ന ഒരു കടുത്ത വർഗീയവാദി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ BJPക്കുള്ളിലെ അധികാര മത്സരത്തിൽ മോഡിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വീണ്ടും തീവ്ര ഹിന്ദുത്വ അജണ്ടയുമായി കടന്നു വന്നിരിക്കുന്നു. ഇത്തരം നേതാക്കന്മാർ, അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്തെയും കളങ്കപ്പെടുത്താൻ മടിക്കാത്ത ഇത്തരം നേതാക്കന്മാർ ഈ രാജ്യത്തിൻ്റെ ഭാവിക്ക് തന്നെ താങ്കളിലേക്ക്. ജി ദേവരാജൻ, ഫോർവേഡ് ബ്ലോക്ക് നേതാവ്, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജി ദേവരാജൻ, നിലവിലുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വച്ചു നോക്കുമ്പോൾ BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന, അദ്വാനിയുടെ പ്രസ്താവനയിലൂടെ കുറെ കൂടി വ്യക്തമായി ധ്വനിപ്പിക്കുന്ന വർഗീയ ധ്രുവീകരണം എന്ന അജണ്ട നിലവിലുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണോ BJP ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ശ്രീ അദ്വാനി പറഞ്ഞിരിക്കുന്ന വാർത്ത പുതുമയുള്ള ഒന്നല്ല. കാരണം ആ പാർട്ടിയുടെ രൂപീകരണവും ആ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളൊക്കെ തന്നെ ഇപ്പറഞ്ഞ ആ ഒരു ലൈനിൽ നിന്നുകൊണ്ട് തന്നെയാണ് അതിന്റെ എല്ലാ നേതാക്കന്മാരും സംസാരിച്ചിട്ടുള്ളത്. അതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ പല നേതാക്കന്മാരും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ പൊതുവായ ഇവരുടെ രാഷ്ട്രീയമായ അജണ്ട ഈ തീവ്ര ഹിന്ദുത്വ നിലപാട് തന്നെയാണ്. അതിവിടെ പരാമർശിക്കപ്പെട്ട
ബാബറി മസ്ജിദ് ആയിരുന്നാലും ശരി, ഗുജറാത്തിൽ നടന്ന കലാപമായിരുന്നാലും ശരി, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുള്ള BJPയുടെ ക്യാമ്പയിനുകൾ ശ്രദ്ധിച്ചാലൊക്കെ തന്നെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ നിരത്തുവാനുണ്ട്. അതൊന്നും തന്നെ ഇന്ത്യൻ ജനത പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യൻ ജനതയുടെ ബഹുഭൂരിപക്ഷവും അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് BJPക്ക് ഇന്ത്യയിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ കഴിയാതെ പോയത്. BJPയുടെ രാഷ്ട്രീയ ഗ്രാഫ് ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഏറിയും കുറഞ്ഞും നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അജണ്ടയായി നമുക്കിതിനെ കാണാൻ കഴിയില്ല. മറിച്ച് ഞാനിതിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യ കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു ഗവൺമെന്റ്, ഇന്ത്യൻ ജനതയുടെ ജീവിതം ഏറ്റവും ദുസ്സഹമാക്കിയ ഒരു ഗവൺമെന്റാണ് UPAയുടെ 2ാം ഗവൺമെന്റ്, ശ്രീ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെതിരെ ദേശീയ തലത്തിൽ ശക്തമായ ഒരു പ്രക്ഷോഭം നടത്തുവാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് BJP മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അഴിമതിക്കെതിരായോ വിലക്കയറ്റത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ മുമ്പിൽ അടിയറവ് പറയുന്ന നമ്മുടെ ഗവൺമെന്റിന്റെ നയസമീപനങ്ങൾക്കെതിരായോ ദേശീയ തലത്തിലൊരു ക്യാമ്പയിൻ നടത്തുവാൻ കഴിയാത്ത തരത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള അനാവശ്യമായ അജണ്ടകളിലും ചുറ്റിക്കറങ്ങുകയാണ് BJPയെ പോലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി. ഇപ്പോഴും ഈ അജണ്ട ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അധികാരം പിടിച്ചെടുക്കാമെന്നുള്ള ഇവരുടെ വ്യാമോഹം പോലും ചൂണ്ടിക്കാണിക്കുന്നത് ആ പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ടയില്ലായ്മ അഥവാ രാഷ്ട്രീയ പാപ്പരത്വം തന്നെയാണ്. അത് ഇന്ത്യൻ ജനത മൊത്തത്തിൽ വകവെച്ചു കൊടുക്കാനുള്ള സാധ്യത. തീർച്ചയായും രാധാകൃഷ്ണ മേനോൻ, ഈ പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ട്. കാരണം UPA സർക്കാരിനെ പ്രധാനമായും BJPക്ക് എതിരിടേണ്ടി വരിക ആ സർക്കാർ നേരിടുന്ന അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ BJPയും സമാനമായ അഴിമതി ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗുജറാത്തിൽ പോലും ഏറ്റവും അടുത്ത് CAG ചൂണ്ടിക്കാണിച്ച ക്രമക്കേടുകൾ BJPക്ക് ദേശീയ രാഷ്ട്രീയത്തിലും തലവേദനയാകാനിരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ പഴയ അജണ്ടയിലേക്കുള്ള തിരിച്ചുപോക്ക് അതുമാത്രമാണ് പോംവഴി എന്ന നിലയിലേക്ക് BJP എത്തിയതിൻ്റെ ലക്ഷണങ്ങളല്ലേ ഇപ്പോൾ പ്രകടിപ്പിക്കപ്പെടുന്നത്? അല്ല, ഈ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ചെറുകിട വ്യാപാര രംഗത്ത് ഇന്നുണ്ടായിരിക്കുന്ന വിദേശ കടന്നുകയറ്റത്തിനെതിരെ ഏറ്റവും ശക്തമായി ഇന്ത്യയിൽ പ്രതികരിക്കുകയും പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതേപോലെ തന്നെ അഴിമതിക്കെതിരായി ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്ന അഴിമതി ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടാണ്. അതടക്കം രാജ്യത്ത് നാളിതുവരെ ഉണ്ടായ എല്ലാ മേഖലകളിലെയും അഴിമതി തുറന്നു കാണിക്കുന്ന തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നിലപാടെടുക്കുകയും സമരം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പരിണിതഫലമാണ് ഇന്നിപ്പോൾ രാജ അടക്കമുള്ള അതുമായി അഴിമതിക്കാരായിട്ടുള്ള ഒട്ടേറെ ആളുകൾക്ക് പുറത്തു പോകേണ്ടി വന്നു. അവരുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ പാപ്പരത്വം പുറത്തു വന്നു. വിലവർധനവ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ ഗവൺമെൻറ്റിനെ അതിശക്തമായി അലട്ടുന്നു. ഈയൊരു സാഹചര്യത്തിൽ ഇന്ന് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി ഈ ഗവൺമെൻറ്റിനെതിരെ കോൺഗ്രസ് മുന്നണിക്കെതിരെ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജന്മദിനത്തിലെ ഒരു അനുസ്മരണ ചടങ്ങ് മാത്രമാണ് ഗുജറാത്തിൽ ഇന്ന് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ചടങ്ങിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു യോഗം. ആ യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിഞ്ഞകാല ചരിത്രവും അതുമായി ബന്ധപ്പെട്ട തിരികെ ലിജുവിലേക്ക്. ലിജു, ഇപ്പോൾ രാധാകൃഷ്ണ മേനോൻ ചൂണ്ടിക്കാട്ടിയ കാര്യം പാർട്ടിയുടെ ആഭ്യന്തരമായ ചില കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് അദ്വാനിയുടെ പ്രസ്താവന എന്നാണ്. ശരിയാണ്. പക്ഷേ പുറത്തുനിന്ന് നോക്കിയാൽ, ബാഹ്യമായി നോക്കിയാൽ കോൺഗ്രസിനെയും BJPയെയും വേർതിരിക്കുന്ന രേഖ നേർത്തു പോകുന്നതായി തോന്നുന്നു. കാരണം ബാബരി മസ്ജിദ് വിഷയത്തിലാകട്ടെ, ഇപ്പോൾ മുമ്പ് G. ദേവരാജൻ ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക നയങ്ങളുടെ പ്രശ്നങ്ങളാവട്ടെ, അഴിമതിയുടെ കാര്യത്തിലാവട്ടെ, ഇത്തരത്തിലുള്ളൊരു രേഖ നേർത്തു പോകുന്നു. ലിബർഹാൻ കമ്മീഷൻ 2 പതിറ്റാണ്ടോളം വൈകിയാണ് പുറത്തു വന്നത്. ഇന്നും നിയമ നടപടികൾ പൂർത്തിയാവാതെ നിലനിൽക്കുന്നു. ഇക്കാര്യത്തിൽ BJP വീണ്ടും ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന് കൃത്യമായൊരു നിലപാട് ഇപ്പോഴുമില്ല. കോൺഗ്രസിന് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായ നിലപാടുണ്ട്. നമുക്ക് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം നടന്ന സംഭവ വികാസങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ BJP ഭരിച്ചുകൊണ്ടിരുന്ന ഉത്തരേന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ടുകൊണ്ടാണ് ബാബറി മസ്ജിദ് വിഷയത്തോട് കോൺഗ്രസ് പ്രതികരിച്ചത്. ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് താമസിക്കുന്നത് അതെങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാവും? ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുമ്പോൾ, ജസ്റ്റിസ് ലിബർഹാനെ നിയമിക്കുമ്പോൾ കൃത്യസമയത്ത് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഉത്തരവാദിത്വം ലിബർഹാനാണ്. പക്ഷേ അത് താമസിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോഴും സമയം വൈകിട്ടില്ല. സുപ്രീം കോടതിയിൽ ശ്രീ ലാൽകൃഷ്ണ അദ്വാനി ഉൾപ്പെടെയുള്ളവരെ
കുറ്റക്കാരാണ് കുറ്റവിമുക്തരാക്കിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ അപ്പീൽ കൊടുക്കുവാൻ ഇനിയും സമയമുണ്ട്. സുപ്രീം കോടതി CBI വിമർശിച്ചെങ്കിലും ആ അധ്യായം അടഞ്ഞിട്ടില്ല എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. ബാബറി മസ്ജിദ് വിഷയത്തിലും BJPയുടെ വർഗീയ നിലപാടുകളുടെ സമയത്തും കോൺഗ്രസിന് കൃത്യമായ നിലപാടുണ്ട്. കോൺഗ്രസിന്റെ നിലപാടിൽ അത്ര കൃത്യതയുണ്ടോ? ലിബർഹാൻ കൃത്യസമയത്ത് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിരുന്നു, അത് ജുഡീഷ്യൽ കമ്മീഷൻ സമർപ്പിക്കാത്തതാണ് എന്നത് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷേ ലിബർഹാൻ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ മേൽ എന്ത് നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്? ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചു എന്നതൊഴിച്ചാൽ ഒരു നടപടിയും അക്കാര്യത്തിൽ ഉണ്ടായില്ല. CBI ഇക്കാര്യത്തിൽ ഹർജി, അതായത് LK അദ്വാനി അടക്കമുള്ളവർക്കെതിരായ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കപ്പെട്ടപ്പോൾ അതിനുമേൽ അപ്പീൽ നൽകാൻ വൈകി. മറ്റ് കേസുകളും ഇതിൻ്റെ തകർക്കപ്പെട്ടത് സംബന്ധിച്ച് എടുത്തിരിക്കുന്ന മറ്റ് കേസുകളിലെ നടപടികളും വൈകിക്കൊണ്ടിരിക്കുന്നു. അതങ്ങനെയല്ല. നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് 2003 അയോധ്യയുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട സ്പെഷ്യൽ കോടതിയാണ് അദ്വാനിയെയും മറ്റ് BJP നേതാക്കന്മാരെയും മുരളി മനോഹർ ജോഷിയെ ഉൾപ്പെടുത്തി മറ്റ് നേതാക്കന്മാരെയും ഒഴിവാക്കിക്കൊണ്ട്, മറ്റ് ചില നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് വിധി പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായും ലിബർഹാൻ കമ്മീഷനും അതിനെ തുടർന്നുണ്ടായ ബാബറി മസ്ജിദ് വിഷയത്തിലുണ്ടായ സുപ്രീം കോടതി വിധിയുടെയും പശ്ചാത്തലത്തിൽ അല്പം വൈകൽ ഇത് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെ ആ കേസുകൾ പരിപൂർണമായി അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും അത് സംബന്ധിച്ച് അപ്പീൽ നൽകുവാൻ അപ്പീലുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുവരെ അതിൽ അപ്പീലില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല. വർഗീയതയുടെ കാര്യത്തിൽ BJPയുടെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ശക്തമായ മതേതര നിലപാടുകൾ തന്നെയാണ് കോൺഗ്രസ്. തിരികെ എത്താം ലിജുവിലേക്ക്. ഇപ്പോൾ ശ്രീ G. ദേവരാജനിലേക്ക്. ദേവരാജൻ, കേന്ദ്ര സർക്കാർ, രണ്ടാം UPA സർക്കാർ അഴിമതിയുടെ കാര്യത്തിൽ, സാമ്പത്തിക ഉദാരീകരണത്തിന്റെ കാര്യത്തിൽ ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരിക്കുന്നുവെന്ന് താങ്കൾ തന്നെ വാദിക്കുന്നു. എവിടെയാണ് ഇടതുപക്ഷം? ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർലമെന്റിന് പുറത്തും പാർലമെന്റിനകത്തും സമരം ചെയ്യുന്ന വിശ്വാസ്യതയുള്ള വിഭാഗമായി തന്നെയാണ് ഇന്നും ഇടതുപക്ഷം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള നിയമം നമ്മുടെ രാജ്യം നടപ്പിലാക്കാൻ പോകുന്നു. അതിന് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു വെച്ചത് ഇടതുപക്ഷ പാർട്ടികളാണ്. UPA ഗവൺമെന്റിന് കഴിഞ്ഞ പ്രാവശ്യം പുറമേ നിന്ന് പിന്തുണ നൽകിയപ്പോൾ ഉണ്ടാക്കിയ പൊതു മിനിമം പരിപാടിയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമായിരുന്നു അത്. അതിനുശേഷം നടത്തിക്കൊണ്ട് നിരന്തരമായ സമരങ്ങൾ കഴിഞ്ഞ ഈ ഗവൺമെന്റ് സമയത്തും എത്ര സമരങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ഇടതുപക്ഷ പാർട്ടികൾ നടത്തിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായും ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരായും സമരം ചെയ്യുന്ന വിഭാഗമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ആ സമരം പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾ. ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് നിങ്ങൾ വിധേയമാക്കിയ ഒരു വിഷയം വർഗീയതയുമായി ബന്ധപ്പെട്ടാണ്. ആ ചർച്ചയിൽ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ബാബറി മസ്ജിദിന്റെ തകർച്ചയുമായിട്ടാണ്. ബാബറി മസ്ജിദിന്റെ തകർച്ചയുടെ വിഷയത്തിൽ BJP എത്രത്തോളം നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടോ അത്രത്തോളം കുറ്റം കോൺഗ്രസിന്റെ മേലും ചാർത്തേണ്ടതാണ്. ബാബറി മസ്ജിദ് തകർത്തത് BJP ആണെങ്കിലും തകർക്കുന്നതിനുള്ള കളം ഒരുക്കി കൊടുത്തത് കോൺഗ്രസ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് അധികാരത്തിലുള്ള നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുകൾ ആ ബാബറി മസ്ജിദ് തകർക്കുന്നതിലേക്ക് എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്, അതിന് BJP എത്രമാത്രം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ എന്നുള്ളത് അന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴും ഫയലുകൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ശ്രീ G. ദേവരാജൻ, പ്രശ്നം അതല്ല. BJPക്ക് ഇപ്പോഴും തീവ്ര ഹിന്ദുത്വ നിലപാട് ആവർത്തിക്കാൻ കഴിയുന്നത് അതിൻ്റെ കാരണം നിലവിലുള്ള UPA സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരായ ജനരോഷം ഒരു വശത്ത് നിലനിൽക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് BJPക്കില്ല. ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് ശക്തമായ ഒരു വിമർശനമോ ശക്തമായ ഒരു സമരമോ ആ അർത്ഥത്തിൽ ഉയർന്നു വരുന്നില്ല. അപ്പോൾ UPAക്കെതിരെയും BJPയുടെയും ഒരേ തരത്തിലുള്ള സാമ്പത്തിക നയങ്ങൾക്കെതിരെ ഒരു എതിർപ്പും ഒരു പാർട്ടികളിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്ന ആത്മവിശ്വാസമായിരിക്കില്ലേ വീണ്ടും അതേ തീവ്ര ഹിന്ദുത്വ നിലപാട് തുടരാൻ BJPയെ പ്രേരിപ്പിക്കുന്നത്? ഈ നിരീക്ഷണം ഭാഗികമായി ശരിയാണ്, പൂർണ്ണമായും ശരിയല്ല. കോൺഗ്രസിന്റെ സാമ്പത്തിക നയത്തിനെതിരായി ബദൽ ഒരു സാമ്പത്തിക നയം മുന്നോട്ട് വെക്കുവാനില്ലാത്തൊരു പാർട്ടിയാണ് BJP. കോൺഗ്രസിന്റെ അതേ സാമ്പത്തിക നയം തന്നെയാണ് BJPയും പിന്തുടരുന്നത്. ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ വിയർപ്പിൽ നിന്നും രക്തത്തിൽ നിന്നും ഉണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ച് പണമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ഓഹരികൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി മാത്രമായ ഒരു മന്ത്രിയെയും ഒരു വകുപ്പിനെയും ഉണ്ടാക്കിയ പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ BJPക്കും കോൺഗ്രസിനും വ്യത്യാസമില്ല. ഒരേ തൂവൽ പക്ഷികളാണ് ഇവർ രണ്ടുപേരും, ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളും തന്നെയാണ്. അതുപോലെ തന്നെയാണ് വിദേശ നയത്തിന്റെ കാര്യത്തിലും. കോൺഗ്രസിനും BJPയും സ്വീകരിക്കുന്ന വിദേശ നയം എന്ന് പറയുന്ന സാമ്രാജ്യത്വ ശക്തികളുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു നയം തന്നെയാണ്. അത് വിദേശ മൂലധനത്തെ ആശ്രയിച്ചുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കരുപ്പിടിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്ന. ആ ഒരു വിദേശ നയവും അത് തന്നെയാണ്. അതിലും വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെ ചോദിച്ച ചോദ്യം
പക്ഷെ ഇതിനെതിരായി ശബ്ദമുയർത്തുന്ന ആരാണെന്നുള്ളതാണ്. നമ്മൾ കണ്ണട ചീരിട്ടാക്കിയിട്ട് കാര്യമില്ല. പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ഇതിനെതിരെ സമരം ചെയ്യുന്നത് ഇടതുപക്ഷ പാർട്ടികൾ തന്നെയാണ്. ഈ ആവശ്യങ്ങൾ, ഇടതുപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തൊഴിലാളി വർഗത്തിന്റെ മുഴുവൻ പിന്തുണയും നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ഫെബ്രുവരി 20, 21 തീയതികളിൽ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ പൊതുപണിമുടക്ക്. 48 മണിക്കൂർ പൊതുപണിമുടക്കിൽ CITയും AITUCയും TUCCയും UTUCയും മാത്രമല്ല INTUCയും BMSഉം അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ അവരുടെ രാഷ്ട്രീയ അഫിലിയേഷനുകൾ ഭേദമന്യേ രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ സമരത്തിൽ ഒരു ഭാഗവാക്കാകുകയുണ്ടായി. ഒരിക്കൽ കൂടി രാധാകൃഷ്ണ മേനോനിലേക്ക്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, 2004 ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് പ്രകടന പത്രികയിൽ നിന്ന് അയോധ്യ പ്രശ്നം മാറ്റി നിർത്തിയ പാർട്ടിയാണ് BJP. ഇപ്പോൾ 2014 തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് LK അദ്വാനി അയോധ്യ പ്രശ്നം ഉന്നയിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അയോധ്യ പ്രസ്ഥാനം പാർട്ടിക്ക് അഭിമാനമാണ് എന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അതൊരു അജണ്ട സെറ്റ് ചെയ്യൽ തന്നെയല്ലേ ചെയ്യുന്നത്? അത് ബി ജെ പിയിലെ പഴയ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് താൻ ഇപ്പോഴും നേതൃസ്ഥാനത്തേക്ക് വരാൻ തയ്യാറാണ് എന്ന സൂചന കൂടിയല്ലേ അത്? അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനിയും നേതൃസ്ഥാനത്തേക്ക് വരാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. ലാൽകൃഷ്ണ അഡ്വാനി ഭാരതീയ ജനതാ പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന BJP നേതാക്കളിൽ അടൽ ബിഹാരി വാജ്പേയി കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധമുള്ളവരും ഭാരത സമൂഹവും ഒന്നാകെ ആദരിക്കുന്ന, അംഗീകരിക്കുന്ന നമ്പർ 1 എന്ന് പറയുന്നത് ലാൽകൃഷ്ണ അഡ്വാനിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം നേതൃത്വത്തിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് പറയാൻ വേണ്ടി ഒരു പ്രത്യേക പ്രഖ്യാപനമൊന്നും നടത്തേണ്ടതില്ല. ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ച എൻ്റെ സുഹൃത്ത് ദേവരാജനിവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കോൺഗ്രസ്സിന് ബദല്. സ്വാഭാവികമായും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ UPA ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനോടൊപ്പം നിന്ന് ആദ്യഘട്ടത്തിൽ പിന്തുണച്ചു. ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് അവരെ പിന്തുണയ്ക്കുന്നു. തൊഴിലാളി മേഖലയിൽ അദ്ദേഹം പറഞ്ഞു BMS അടക്കമുള്ള ആളുകളെല്ലാം ഒരുമിച്ച് പ്രതികരിച്ചു. ശരിയാണ്, BMS അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ മുഴുവൻ ഒരുമിച്ച് ഭാരതത്തിൽ കോൺഗ്രസിനെതിരായി നിലപാടെടുക്കേണ്ട സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? അതോടൊപ്പം അണിചേരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതേസമയം തന്നെ കോൺഗ്രസ് ഭരണത്തെ നിലനിർത്തുവാൻ വേണ്ടി പ്രതിസന്ധികളിലൊക്കെ ഒപ്പം കൂടുന്ന, എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസിൻ്റെ B ടീമായി പ്രവർത്തിക്കുന്ന സമീപനമല്ലേ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല എന്ന് ആക്ഷേപിക്കുന്നത് ശരിയാണോ? വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ഭാരതത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു സമീപനം ഭാരതീയ ജനതാ പാർട്ടിയുടെ കാലഘട്ടത്തിലല്ലേ ഉണ്ടായത്? പൊഖ്രാൻ ആണവ വിസ്ഫോടനം അടക്കം ഉള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ NDA ഗവൺമെൻറ്റിൻ്റെ സമീപനവും ഇന്ന് ഇറ്റലിയുമായി ബന്ധപ്പെട്ട ഇറ്റാലിയൻ നാവികരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന വിവാദവും ഒക്കെ പരിശോധിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന വിദേശ നയം ആരുടേതാണ്? ശ്രീ ലിജു, ഇപ്പോൾ BJPയുടെയും കോൺഗ്രസിന്റെയും സാമ്പത്തിക നയങ്ങൾ ഏറെക്കുറെ തുല്യമാണെന്ന ആരോപണമാണ് G. ദേവരാജൻ ഉന്നയിച്ചത്. എങ്ങനെ വ്യത്യസ്തരാകാനാണ് ഒരു മൂന്നാം UPA സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടാവുക? തെരഞ്ഞെടുപ്പിനെ ഏത് സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നത്? ഒരിക്കലും BJPയുടെയും കോൺഗ്രസിൻ്റെയും സാമ്പത്തിക നയങ്ങൾ തുല്യമല്ല. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പട്ടിണിയിൽ കിടക്കുമ്പോൾ ഇന്ത്യ ഷൈനിങ് എന്ന ക്യാമ്പയിൻ അഴിച്ചുവിട്ടവരാണ് ഇന്ത്യയിലെ BJPക്കാർ. എന്നാൽ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 2 UPA ഗവൺമെൻറ്റുകൾ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ ജനങ്ങളെ മുന്നിൽ കണ്ട് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ ഞാൻ ശ്രീ G. ദേവരാജിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെതിരായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു ഭക്ഷ്യസുരക്ഷാ നിയമം. ആര് പറഞ്ഞു? 2ാം UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഭക്ഷ്യസുരക്ഷാ നിയമത്തെ സംബന്ധിക്കുന്ന പ്രപ്പോസൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. CPM കോൺഗ്രസിന് പിന്തുണ നൽകിയിരുന്ന കാലഘട്ടത്തിൽ കോമൺ മിനിമം പ്രോഗ്രാമിൽ ഭക്ഷ്യസുരക്ഷാ നിയമമോ തൊഴിലുറപ്പ് പദ്ധതിയോ ഉണ്ടായിരുന്നില്ല. UPA ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ മാത്രം, CPMൻ്റെ പ്രകടന പത്രികയിലില്ലായിരുന്നു, CPIയുടെ ഇല്ലായിരുന്നു, ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഇല്ലായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ മാത്രം ഉണ്ടായിരുന്ന പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. അത് നടപ്പിലാക്കിയത് കോൺഗ്രസിൻ്റെ അജണ്ടയായിട്ടാണ്. ഭക്ഷ്യസുരക്ഷാ നിയമവും നടപ്പിലാക്കിയത് കോൺഗ്രസിൻ്റെ അജണ്ടയായിട്ടാണ്. ഇടപെടുന്നു ലിജു. LK അദ്വാനിയുടെ പ്രസ്താവന ദേശീയ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിലും ചർച്ച ആയേക്കും. ഈ ചർച്ചയിൽ പങ്കെടുത്ത രാധാകൃഷ്ണ മേനോൻ, ലിജു, ദേവരാജൻ, നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.